വസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും അതിൽ നീറും നീലാവികളായി മകളെ. ഓർമ്മകളൂഞ്ഞാൽ പടിമേൽ ഇന്നലെ ആടി എന്നും എൻ കനവിൽ ഞാൻ നിന്നെയുറക്കാൻ പോയി കണ്ണീർ ചൂടി ഏകാന്തതയിലൊരോർമ്മയുണർന്നതുപോലെ എൻ നീലാകാശം മറയാമഴവില്ലായി ഞാനലിയും കുളിരാ മകളെ. ഞാൻ കരുതിയത് സന്തോഷിക്കാനുള്ള വകയുണ്ടാകുന്ന, പക്ഷെ ഇതല്ല. ബോഡി വളരെ വീക്കാ. എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? ഇന്നലെ രാത്രി മുതല് 2 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. ഇപ്പോഴത്തെ പനിയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ബ്ലഡ് യൂറിനൊക്കെ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ലെന്ന് ഉറപ്പിച്ചിട്ട് പോകാം. അത്രയ്ക്കൊന്നുമില്ല ഡോക്ടർ. ശരി ഡോക്ടർ. ഇതാ. താങ്ക് യു ഡോക്ടർ. ചേട്ടാ, ഇതിന്റെ പൈസ പിന്നെ തരാമേ. ഓട്ടോ ഓടിയോ ഓടിയോ ഓടിയോ, പെട്ടെന്ന് വാ. ആ ബൈക്കിന്റെ പുറകെ വിട്ടോ വിട്ടോ വിട്ടോ. വേഗം പോ വേഗം പോ. ആ കാണുന്ന ബൈക്കല്ലേ? ഇതിനെന്തോ 5ാം ഗിയറൊന്നും ഇല്ലേ? പെട്ടെന്ന് കത്തിച്ചു പോടേ. ചേട്ടാ ഇത് ഓട്ടോയാണ്. പെട്ടെന്ന് പോ. ഓട്ടോ ഇത്രേ പോവും. അമ്മരിതാ കത്തിച്ചു പോണ്. പെട്ടെന്ന് പോവുന്ന്. ഒന്ന് പെട്ടെന്ന് പോ. വേഗം പോ ചേട്ടാ. വിട്ടോ വിട്ടോ വിട്ടോ. സാരമില്ല, വീട്ടിൽ വാ, കാണിച്ചു തരാം. വണ്ടി വണ്ടി നേരെ പോട്ടെ. ഹാമേ എടി ഹാമേ, ഒന്ന് എളുപ്പം വന്നേടി. അമ്മായിയെ കൂട്ടിക്കോ. എല്ലാരും അറിയേണ്ട കാര്യ. പൂച്ച പാല് കുടിക്കുന്നതേ ആരും കാണില്ലെന്നാ വിചാരം. പക്ഷെ ഈ വിശ്വനാഥൻ എല്ലാം കാണും. ദൈവം ഇപ്പൊ എന്റെ കൂടെ അടി. എന്താ വിശ്വട്ട കാര്യം? കാര്യം ഉണ്ടടി, ഞാനത് പറയുകയും ചെയ്യും. പക്ഷെ ആരും ഞെട്ടരുത്.
നീ വെളിച്ചപ്പാട് തുള്ളുമ്പോൾ തുള്ളാതെ കാര്യം പറ വിശ്വ. അജയനെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞേ? നല്ലവൻ, ശുദ്ധൻ, ആരെങ്കിലും വിരല് വായിട്ടാ പോലും കടിക്കാത്തവൻ. അയ്യോ എന്തൊക്കെയാ! മഹാഭാരതത്തിലെ ധർമ്മപുത്രർ കഴിഞ്ഞാ പിന്നെ ഇവനെ പറ്റിയേ ഞാൻ ഇത്രയും വിശേഷണങ്ങൾ കേട്ടിട്ടുള്ളൂ. അതിനിപ്പോ എന്ത് പറ്റിയെന്നാ? എന്റെ മോനെ വിശേഷണങ്ങളെല്ലാം ചേരും. ആ വിശേഷണങ്ങൾ മാത്രമല്ല, വേറെയും ചിലതവന് ചേരും. പെണ്ണുപിടിയൻ, കള്ളുകുടിയൻ. വിശ്വ, ആവശ്യമില്ലാത്തൊന്നും എന്റെ മോനെ കുറിച്ച് പറയല്ലേ. മോനെ പറ്റി പറഞ്ഞപ്പോ ചോര തിളച്ചല്ല. ചോര തിളയ്ക്കും. വിശ്വനാഥൻ വെറുതെ എന്റെ മോനെ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. അവൻ ഭാഗ്യവാനാ. അമ്മയുടെയും പെങ്ങളുടെയും മുമ്പിൽ ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി വെക്കാൻ പറ്റിയല്ലോ. പക്ഷെ ഞാൻ പറയുന്ന സത്യമാ, അവന് വേറൊരു പെണ്ണുമായിട്ട് അടുപ്പുണ്ട്. എന്റെ മോനത് ചെയ്യില്ല, ഞാനത് വിശ്വസിക്കുകയില്ല. എല്ലാ തള്ളമാരും ഇങ്ങനെ തന്നെ. സ്വന്തം മോൻ ചെറ്റത്തരം കാണിച്ചു എന്ന് പറഞ്ഞാ പറയുന്നവനെ കുരിശിക്കറ്റും. പറയുന്നത് നാട്ടുകാരുടെ മക്കളെ പറ്റിയാണെങ്കിലോ സന്തോഷോ. വിശ്വട്ടിന് ആള് തെറ്റിയതാവും. അജയൻ അങ്ങനൊന്നും. നിർത്തടി, ഞാൻ നേരിട്ട് കണ്ടതാ. അജയന്റെ ദേഹത്തോട് ഒട്ടിച്ചേർന്ന് മുല്ലവള്ളി പടർന്നു കിടക്കുന്നത് പോലെ കാണേണ്ട കാഴ്ചയായിരുന്നു. എന്നെ കണ്ടോടാവ ഏതൊക്കെ വഴി കൂടെ ഓടി രക്ഷപ്പെട്ടു. എന്റെ ഈശ്വര, ഇതൊന്നും സത്യമാവില്ലേ? എന്റെ മോൻ ഒരു ദുർബുദ്ധിയും തോന്നരുതേ. തോന്നിപ്പോയതിന് ഈശ്വരൻ എന്ത് ചെയ്യാനാ? ഈ വിശ്വത്തിന് ദൈവം എറിഞ്ഞു തന്ന ഒരു തുറുപ്പ് ചീട്ടായത്. നീ എന്താ വിശ്വനാഥായി പറഞ്ഞു വരുന്നേ? പറയാം, ഇങ്ങനെ ധൃതി വെച്ചാലോ. ആ അജയൻ എന്നെ തീരെ മൈൻഡില്ലല്ലോ. നക്കാ പിച്ചയ്ക്ക് വേണ്ടി അച്ചി വീട്ടിൽ കൂടി കിടക്കുന്ന ഒരുവൻ മാത്രം. പക്ഷെ ഇനി ഈ വിശ്വനാഥൻ അവന് കളി കാണിച്ചു കൊടുക്കാം. ഗുലാനിറക്കി വിട്ടുന്നത് എങ്ങനെയെന്ന് അവൻ കണ്ടുപിടിക്കട്ടെ. അപർണയുമായുള്ള അവന്റെ കല്യാണം നടക്കില്ല, നടത്തിക്കില്ല ഞാൻ. മോനെ വിശ്വട്ടാ, നീ ഇതെന്തുദ്ദേശിച്ചിട്ടാ? ഞാൻ പറഞ്ഞില്ലേ, തുറുപ്പ് ചീട്ട എന്റെ കയ്യിലാ. ഒന്നിറക്കി കളിച്ചു നോക്കട്ടെ. കെട്ടാൻ പോണ ചെറുക്കം വേറൊരുത്തിയും കൊണ്ട് നടക്കുന്നറിഞ്ഞ ഒരു പെണ്ണും ആ കല്യാണത്തിന് സമ്മതിക്കില്ല. എന്റെ മോനെ, ഇത് നടന്നു കിട്ടിയ നിനക്കും കൂടിയല്ലേ ഗുണം? എനിക്കോ? എനിക്ക് പ്രത്യേകിച്ച് എന്ത് ഗുണം? ഓക്കെ, എനിക്കും കൂടെ ഗുണപ്പെടുമെങ്കിൽ. ഗുണപ്പെടും മോനെ. നീ പറ, നിനക്ക് എന്ത് വേണം? എനിക്കങ്ങനെ ഒരുപാടൊന്നും വേണ്ട. അത്ര ആർത്തിയൊന്നും വിശ്വനാഥനില്ല. പൂന്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന സ്വത്തിന്റെ നേർപ്പകുതി. ഈ രഹസ്യം സൂക്ഷിക്കുന്നതിന്റെ പ്രതിഫലമായി വിശ്വനാഥൻ അത് മതി. നന്നായിട്ട് ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. തീരുമാനം എനിക്കെതിരാണെങ്കിൽ പൂന്തോട്ടത്തിലെന്നല്ല, ലോകത്തൊരു പെണ്ണിനെ അവൻ കല്യാണം കഴിക്കില്ല. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ മോളെ? അല്ലെങ്കിൽ പിന്നെ ഇത്ര ഉറപ്പിച്ച്? മോനെ, മോനെ, അമ്മ ഈ കേട്ടതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്തമ്മേ? എടാ, നീ ഒരു പെണ്ണുമായിട്ട് ബൈക്കില്. ഓ, അതെന്റെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്ററാ. അപ്പോഴേക്കും ആ വാർത്തയ്ക്ക് എത്തിയല്ലേ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന്. എന്തമ്മേ, അമ്മയ്ക്ക് ഇനിയും വിശ്വാസമില്ലേ? എടാ, അതും പറഞ്ഞ് പൂന്തോട്ടത്തിലെ കല്യാണം മുടക്കുമെന്ന് വിശ്വൻ. ഇല്ലെങ്കിലേ പൂന്തോട്ടത്തിലെ പകുതി സ്വത്ത് കൊടുക്കണമെന്ന്. അത്രേ ഉള്ളൂ. എനിക്ക് ഈ ഒരു പെങ്ങളല്ലേ ഉള്ളൂ അമ്മേ. എന്ത് കൊടുക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. ഇവളുടെ സന്തോഷത്തെക്കാൾ വലുതായിട്ട് നമുക്ക് എന്താ അമ്മയുള്ളേ? നന്നായി പനിക്കുന്നുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ പോയിരുന്നു അല്ലേ? പോയിരുന്നു. മരുന്നുകൊണ്ടൊന്നും മാറുന്ന പനിയല്ല ചേട്ടാ ഇത്. അജേട്ടനിരിക്കെ, ഞാനിപ്പോ വരാം. ഒരിക്കൽ ഞാൻ അജേട്ടനോട് പറഞ്ഞിരുന്നില്ലേ, എനിക്ക് അജേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ആ ഇഷ്ടം അജയേട്ടൻ വിചാരിക്കുന്ന തരത്തിലല്ലെന്ന്. ഇപ്പൊ നീ എന്തിനാ ഇതൊക്കെ പറയുന്നേ? എല്ലാം എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായത്. പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്റെ മനസ്സ് പാകപ്പെടുന്നില്ല ചേട്ടാ. ഞാൻ
അറിയാതെ എന്നോ അത് സച്ചിക്ക് കൈമാറിപ്പോയി. അജേട്ടന്റെ ഭാര്യയായിരുന്നുണ്ട് ജീവിതകാലം മുഴുവൻ അജേട്ടനെ വഞ്ചിക്കുന്ന പോലെ ആവില്ലേ അത്? അപ്പോട്ടെ ഞാൻ നിന്നെ താലി കെട്ടി കഴിഞ്ഞാണിത് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് നിന്നെ സ്നേഹിക്കാനേ കഴിയൂ. എനിക്കതിനെ കഴിയൂ. എനിക്കറിയാലോ നിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഏത് തെറ്റും അജേട്ടൻ ക്ഷമിക്കുകയുള്ളൂ. അപ്പോ എന്റെ എല്ലാ തെറ്റും അജേട്ടൻ പുറത്തുമല്ലേ? ഇപ്പോഴും നിനക്ക് അജേട്ടനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ പൊട്ടി. ഞാനടാ സച്ചി. നീയോ? നീ എവിടെയാടാ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. പറ്റൂടാ? നമ്മൾ കാണാറുള്ള ആ ക്ഷേത്രത്തിനടുത്ത് നീ വരൂ. വരാം. നീ പറയുന്ന ഏത് ലോകത്തേക്ക് ഞാൻ വരാം. ഓക്കേടാ.
സച്ചി ഡോക്ടർ, എന്റെ ഒരു ബന്ധുവാ. വെയിറ്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ. എന്റെ മോൻ എന്താ പറ്റിയ? ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞ. എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ. സമാധാനായിട്ടിരിക്കെ. ഇങ്ങനെ വിഷമിക്കണ്ട, ഒന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. എന്തു പറ്റിയവന്? പറ സുധാമേ. തളിരുകളുണ്ടു മതിക്കും വാസന്തങ്ങൾ